നമ്മളുണ്ടല്ലോ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മൾ വിസിറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു പ്ലേസ് ആയിരിക്കണമെന്നില്ല. പക്ഷേ നമ്മൾ ആ പോയ സ്ഥലത്തെ കുറച്ച് മൊമെൻറ്റ്സ്, കുറച്ച് മെമ്മറീസ് ഇതൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ മിസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ, നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ ഈ ബിസി ലൈഫിൽ കുറച്ച് സമയമെങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ ഇൻട്രോ കേട്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ, ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വീഡിയോ ആണ്. ഇനി ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. അവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് അക്വേറിയം ഉള്ളത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. ചെന്നു, ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെയിറ്റിംഗ് ഏരിയയിലിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഊഴമായപ്പം ഞങ്ങളെ വാട്ടർ ക്യാബിലോട്ട് കയറ്റി. ഇതാണ് വാട്ടർ ക്യാബ്. അതായത് ഒരേ സമയം ഒരു 4 പേർക്ക് അല്ലെങ്കിൽ മാക്സിമം 5 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാബാണിത്. അതായത് ഈ അക്വേറിയത്തിനകത്ത് ഒരു ചെറിയ കനാലുണ്ട്. അതിനകത്തൂടെ ഒരു 5 മിനിറ്റ് നമ്മളെ കൊണ്ടിങ്ങനെ റൈഡ് ചെയ്യും. അതാണ് ഈ ഒരു സംഭവം. ചെല്ലുന്ന ഉടനെ നമുക്ക് ആ ഒരു ഇതിനകത്തോട്ടാണ് അവർ നമ്മളെ കയറ്റുന്നത്. അപ്പോൾ ഈ 5 മിനിറ്റ് എന്ന് പറയുന്നത് ഈ മീനുകളെയൊക്കെ കണ്ട് നമുക്ക് പതിയെ ആയത് പോകുന്നത് യാത്ര ചെയ്യാം. എന്നിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ എവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയോ അവിടെ തന്നെ കൊണ്ട് തിരിച്ചു വെക്കും. അതാണ് ഈ ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു. പക്ഷെ പെട്ടെന്ന് അങ്ങ് തീർന്നു പോയ പോലെ തോന്നിപ്പോയി. ഇതൊക്കെ ഇങ്ങനെ മീനുകളെയൊക്കെ ഇങ്ങനെ കണ്ടുപോകാൻ നല്ല രസമായിരുന്നു. അപ്പോൾ ഇതാണ് ആദ്യത്തെ സംഭവം. സത്യം പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്ത ഒരു ട്രിപ്പ് അല്ലായിരുന്നു. കാരണം ഞങ്ങൾ ഈ പോയത് ഫെബ്രുവരി 7-നായിരുന്നേ. അപ്പോൾ ഫെബ്രുവരി 6-ാം തീയതി ഒരു ഉച്ചയ്ക്കായി ബേബി ചാച്ചൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നീ നാളെ ഫ്രീ ആണോ എന്ന്, നാളെ നമുക്ക് തൃശ്ശൂർ പോയാലോ എന്ന്. അപ്പോൾ കേട്ട പാടെ കേൾക്കാത്ത പാടെ ഞാൻ പറഞ്ഞു, അതിനെന്താ, നാളെ ശനിയാഴ്ച അല്ലേ, ഫ്രീ അല്ലേ, വാ പോയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നിരിപ്പിൽ എടുത്തേ പിടിച്ചെന്നും പറഞ്ഞ് പോയൊരു പോക്കായിരുന്നു ഈ ഒരു മറൈൻ വേൾഡ് യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ചേച്ചി ഉണ്ടായിരുന്നു, അതായത് ബി എച്ച് എസിൻ്റെ വൈഫ് ഉണ്ടായിരുന്നു, കുഞ്ഞുണ്ടായിരുന്നു, പിന്നെ ആൻറ്റി ഉണ്ടായിരുന്നു. അതായത് ആൻറ്റി എന്ന് പറയുന്നത് എൻ്റെ മമ്മിയുടെ ഏറ്റവും ഇളയ അനിയത്തി. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരും കൂടായിരുന്നു ഈ പ്രാവശ്യം പോയത്. അപ്പോൾ ഈ പ്രാവശ്യം എൻ്റെ സ്പോൺസർ ബി എച്ച് എസിനായിരുന്നു. അങ്ങനെ അപ്പം ഈ ഒരു യാത്ര എന്ന് പറയുന്നതും അടിപൊളിയായിരുന്നു. കാരണം ഞാനിവിടെ ആദ്യമായിട്ടാണ് പോകുന്നത് ഈ മറൈൻ വേൾഡിൽ. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും ഞാൻ ആ ഒരു സമയത്താണ് അറിയുന്നത്. പക്ഷേ അത് കണ്ടതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഈ 5 മിനിറ്റത്തെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോകുന്നത് അടുത്തൊരു ഏരിയയിലോട്ടാണ്. അപ്പോൾ ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ക്യാബിനകത്ത് പോയ സുഖമൊന്നും കിട്ടത്തില്ല. ഇനി കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നടന്ന് കാണാനുള്ള സംഭവങ്ങളാണ് ഉള്ളത്. ഇതിനകത്തോട്ട് കയറുമ്പോൾ നമുക്കൊരു മ്യൂസിയം പോലെയൊക്കെ ഫീൽ ചെയ്യും. ചെന്ന് കയറിയ ഉടനെ ഞാൻ കണ്ടത് ആ കാറിനകത്തുണ്ടല്ലോ വെള്ളം നിറച്ചിട്ട് അതിനകത്ത് മീൻ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു അട്രാക്റ്റീവ് സംഭവമാണ് അത് ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവച്ചേക്കുന്നത്. കുഞ്ഞു മീനുകൾ അതിനകത്ത് കിടക്കുന്ന പല കളറിലുള്ള മീനുകൾ. ഈ വണ്ടി മാത്രമല്ല, ഇനി അങ്ങോട്ട് പോകുമ്പോൾ പല വണ്ടികളിലും ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. നല്ല രസം. വിൻറ്റേജ് കാർ പോലൊക്കെയുള്ള കാറുകളിൽ ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. അത് നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ ചുറ്റും എങ്ങോട്ട് നോക്കിയാലും ഗ്ലാസ്സാണ്. കാരണം അക്വേറിയം ആണല്ലോ, മീനുകളാണല്ലോ. അപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാലും മീനുകളെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലാഷ് ലൈറ്റ് ഇട്ട് വീഡിയോയും ഫോട്ടോയും എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മുഴുവൻ ഇരുട്ടായിട്ട് നമുക്ക് തോന്നുന്നത്. കയറുമ്പോഴേ ഒരു ഇരുട്ട് പോലെയാണ്. പക്ഷേ ആ ടാങ്കിനകത്ത് ലൈറ്റ് ഉള്ളത് കൊണ്ട് ഇത്രയൊക്കെ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഈ മീനുകളെയായിരുന്നു. പല കളറിൽ ഇതെല്ലാം കൂടെ ഒന്നിച്ച് വന്ന്, ചില സമയത്ത് ഇതെല്ലാം കൂടെ ഒന്നിച്ച് വന്നിങ്ങനെ നിൽക്കും. എന്ത് രസമാണ് കാണാനെന്നറിയാമോ. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ തൂണിലും തുരുമ്പിലും എല്ലായിടത്തും മീനെന്ന് പറഞ്ഞ പോലെ ഫുൾ എവിടെ ഒരു സ്ഥലം കിട്ടി അവിടെ എല്ലാം കൊണ്ടുവന്ന് മീനുകളെ വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഇതിനെയൊക്കെ ഡെയിലി നോക്കാനൊക്കെ എന്തൊരു കഷ്ടപ്പാടായിരിക്കും. അതായത് ഇതിൻ്റെ ഒരു മെയിൻ്റനൻസ് എത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് നമുക്കത് ചെന്ന് കാണുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. പിന്നെ ഈ ഒരു മീനിനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. നേരത്തെ കണ്ടത് നല്ല സുന്ദരി മീൻ, അതും എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു മീനാണ്. ഭയങ്കര കാമായിട്ട്, ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ പോകുന്നൊരു മീൻ. അതിനെ കാണാനും നല്ല ഭംഗിയുണ്ട്. ഭയങ്കര അച്ചടക്കമുള്ളൊരു മീനിനെ പോലെ എനിക്ക് തോന്നി. അങ്ങനെ പിന്നെ ഇങ്ങോട്ട് വരുമ്പം അങ്ങോട്ടെല്ലാം മീനുകളാണ്. ഓരോ മീനിൻ്റെയും സവിശേഷതകൾ, എവിടുന്ന് വന്ന മീനുകളാണ് എല്ലാം അതിങ്ങനെ അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ഫോട്ടോയും വീഡിയോ ഒന്നും എടുത്തില്ല. നമ്മൾ അതൊന്നും വായിക്കാറില്ല, ഇങ്ങനെ കണ്ടുപോകുന്നതേ ഉള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾ ആ ടാങ്ക് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ടാങ്കിനകത്ത് മീൻ മാത്രമല്ല വേറെയും കുറേ ക്രിയേറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഐതിഹ്യങ്ങൾ, കഥകളൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഈ മീനും ആ ശില്പങ്ങളും എല്ലാം കൂടെ ആകുമ്പോൾ കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നും.
അങ്ങനെയായിരുന്നു ആ ഒരു സംഭവം. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ വരുന്ന അടുത്തൊരു ഏരിയയിലോട്ടാണ്. ഇതെന്ന് പറയുന്നത് ഫിഷ് സ്പാ. അതായത് ഈ തോട് പോലെ കണ്ടില്ലേ, അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ വന്നിരുന്നിട്ട് കാല് താഴോട്ട് തോട്ടിനകത്തോട്ട് ഇറക്കി വെക്കും ഇതുപോലെ. എന്നിട്ട് ഇഷ്ടം പോലെ മീൻ അതിനകത്തുണ്ട്. ആ മീനുകളൊക്കെ വന്ന് നമ്മുടെ കാലയിൽ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും. അതാണ് ഫിഷ് സ്പാ എന്ന് പറയുന്ന സംഭവം. ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയില്ല, അവിടെ ഇതൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരുന്നായിരുന്നു. ചേച്ചി കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നൊരു സമയത്ത് ഞങ്ങൾ അവിടെ ഇരുന്ന് കാണുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് എന്തോരം ആൾക്കാർ അതിനകത്ത് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കൂടുതലും ഞങ്ങളാ ചെന്ന ദിവസം അവിടെ നോർത്ത് ഇന്ത്യൻസ്, തമിഴ്നാട്ടിൽ നിന്നുള്ളവരൊക്കെ ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു ഏരിയയിൽ നിന്ന് ഞങ്ങൾ അടുത്ത ഏരിയയിലോട്ട് വന്നു. ഇവിടെ എന്ന് പറയുന്നത് കൂടുതലും ഫോട്ടോ എടുപ്പാണ് നടക്കുന്നത്. കാണാൻ നല്ലൊരു സ്ഥലമാണ്. അവിടെ മീനുകളുണ്ട്, അതിനകത്തോട്ടൊക്കെ മീനുകൾ പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിൻ്റെ തന്നെ സ്റ്റാഫുണ്ട്. അവർ നമുക്ക് ഫോട്ടോ എടുത്തു തരും. ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ആ ഫോട്ടോ കണ്ടിട്ട് കൗണ്ടറിൽ ഫോട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നമുക്കത് വാങ്ങിക്കാം. അതാണ് അവിടുത്തെ ഒരു സംഭവം. ഞങ്ങൾ പിന്നെ അടുത്തത് വരുന്നത് റെയിൻ ഫോറസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഓരോ ഏരിയ ഒടുത്തുനിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തോട്ട് പോകും അങ്ങനെ. അപ്പോൾ ഇതാണ് റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ താഴെ ഞങ്ങൾ കണ്ടത് എത്തി നോക്കിയത് എന്താണെന്ന് വെച്ചാൽ ആമയായിരുന്നു. കുറേ ആമകളുണ്ടായിരുന്നു അതിനകത്ത്. അങ്ങനെ നമ്മൾ മേളിലോട്ട് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് എല്ലാം ഇങ്ങനെ കണ്ടിറങ്ങിപ്പോയതേ ഉള്ളൂ. ഇവിടെ ഞങ്ങളുടെ പരിപാടി എന്ന് വെച്ചാൽ ഫോട്ടോ എടുപ്പായിരുന്നു. കാരണം ഫോട്ടോ എടുപ്പ് മുഖ്യം ബിഗിലേ. കാരണം ഏരിയ സീനറിയൊക്കെ അടിപൊളിയായതുകൊണ്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ നേരെ വന്നത് പിന്നെയും ഇതേപോലെ തന്നെ. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഫിഷ് ടാങ്കുകളാണ്. കുഞ്ഞു മീനുകളാണ് ഉള്ളത്, ചതുരത്തിൽ പിന്നെ വട്ടത്തിൽ കണ്ടോ. അങ്ങനെ പല പല മീനുകൾ. ഇതൊക്കെ വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയമെടുക്കും. അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കണ്ട് അങ്ങ് പോവുമായിരുന്നു. ഈ കാണുന്ന മീനില്ലേ, ഇത് കല്ലാണ്, ആരും തെറ്റിദ്ധരിക്കല്ലേ. ഇതൊരു മീനാണ്, പക്ഷേ ഇതിൻ്റെ പേര് കല്ല് മീനെന്നാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വെനംനസ് ആയിട്ടുള്ളൊരു ഫിഷാണ് ഇത്. അതായത് ലോകത്തിലെ ഏറ്റവും വിഷമുള്ളൊരു മീനാണ് ഈ ഒരു കല്ലുമീൻ എന്ന് പറയുന്നത്. അതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു പേടി പോലെ തോന്നും. അങ്ങനെ പിന്നെ ഇവിടുന്ന് അങ്ങോട്ടെല്ലാം ഓരോരോ മീനുകൾ. ആ മീനിനെ ഇട്ടേക്കുന്നത് ഇത് കുളം പോലെയാണേ, മറ്റേ ടാങ്കല്ല, കുളം പോലെയാണ് ഇങ്ങനെ ചെയ്തേക്കും, വലിയൊരു കുളം പോലെ. സൈഡിലൊക്കെ അവർ ഓരോ ആർട്ട് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തൊരു മീനെന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് കളറ് മാറുന്ന മീനാണ്. അതായത് ഓന്ത് നിറം മാറുക എന്ന് പറയുന്ന പോലെ ഇതിങ്ങളുടെ നിറം മാറും. അപ്പുറത്തൊരു വെള്ള മീൻ കിടക്കുന്നുണ്ടോ, ആ സംഭവം തന്നെയാണ് ഇത്. കളറ് മാറി ഈ ഒരു കറുപ്പ് പോലത്തെ കളറിലോട്ട് വരുന്നതാണ്. അപ്പോൾ ഈ രണ്ട് മീനാണ് ഞാൻ ശ്രദ്ധിച്ചതെന്ന് പറയുന്നത്, കല്ലുമീനും ഈ നിറം മാറുന്ന മീനും. പിന്നെ എനിക്ക് എന്തോ ഒരു പേടി പോലെ, പേടിയല്ല, കാണാനൊക്കെ കൊള്ളാം, പക്ഷെ പാമ്പ് പോലെ കിടക്കുന്നൊരു മീനിതാണ്. എനിക്കിതിനെ കണ്ടിട്ടുണ്ടല്ലോ, എനിക്ക് ഗ്ലാസിൻ്റെ അടുത്ത് നിൽക്കാൻ പോലും ഒരു പേടി വന്നു. കാരണം അതിങ്ങനെ എഴുന്നേറ്റ് വരുന്ന കാണുമ്പോൾ പാമ്പ് വരുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. നോക്കിക്കേ. സത്യം പറഞ്ഞാണ്ടല്ലോ, ഞങ്ങൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് രാവിലെ എഴുന്നേറ്റ് ഈ 4.5 മണിക്കൂർ അല്ല 5 മണിക്കൂർ യാത്ര ചെയ്ത് റാന്നിയിൽ നിന്ന് തൃശ്ശൂർ വരെ, അല്ലെങ്കിൽ തിരുവല്ലയിൽ നിന്ന് തൃശ്ശൂർ വരെ ഞങ്ങൾ യാത്ര ചെയ്ത് ഞങ്ങൾക്കൊരു നഷ്ടമായിട്ട് തോന്നിയില്ല. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമുക്ക് കിട്ടുന്ന കുറച്ച് സമയം, നമുക്കെല്ലാവർക്കും തിരക്കൊക്കെ ഉള്ളവരെ, പക്ഷേ കുറച്ച് സമയം നമുക്ക് എൻജോയ് ചെയ്യാനോ സന്തോഷിക്കാനോ കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫ് അടിപൊളിയാവുന്നതെന്നാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം. ഇപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മളെല്ലാം ലേറ്റർ, അതായത് ലേറ്റർ പോവാം, ലേറ്റർ വരാം, ലേറ്റർ എൻജോയ് ചെയ്യാം, എല്ലാം ലേറ്റർ. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വാട്ട് ഇഫ് ദ ലേറ്റർ നെവർ കംസ്? നമ്മൾ ഈ ആഗ്രഹിക്കുന്ന സമയം പിന്നെ നമുക്ക് കിട്ടിയില്ലെങ്കിലോ? ഈ ലേറ്റർ എന്ന് പറയുന്ന സംഭവം പിന്നീട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പം കിട്ടുന്ന സമയം മറ്റാർക്കും ദോഷമില്ലാത്ത വിധത്തിൽ നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യണം എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പം ഞാനും എബി ചാച്ചനും അല്ലെങ്കിൽ ഞങ്ങളെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞാൽ ആ യാത്രയാണ് ഏറ്റവും അടിപൊളി. ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുന്നു, ചായ കുടിക്കുന്നു, പരിപ്പ് വട കഴിക്കുന്നു, തമാശകൾ പറയുന്നു. ആ യാത്രയാണ് ഏറ്റവും രസം എന്ന് പറയുന്നത്. മീനുകളെ കണ്ടതിനേക്കാളും രസം അതൊക്കെയാണ്. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു സാരം. ഈ മീനുകളെയൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിച്ച സമയത്തേ എൻ്റെ ഒരു വീക്ഷണത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത്, ഈ മീനുകളിൽ പല ടൈപ്പുണ്ട്. ചിലത് ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള മീനുകളാണ്, പക്ഷെ ചിലത് മഹാകുരുത്തക്കേടായിരിക്കും. പക്ഷെ ചിലതാണെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ഇൻവേർട്ടറാണ്, അതായത് ഇൻട്രോവേർട്ട് ടൈപ്പായിട്ട് ഇങ്ങനെ മാറി എവിടെയെങ്കിലും കൂടിൻ്റെ മൂലയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നതാണ്. അതെനിക്ക് തോന്നിയ കാര്യമാണ്. ഈ മീനിനെ കണ്ടോ, എന്ത് ഭംഗിയാണെന്നൊക്കെ കാണാൻ. നമ്മുടെയൊക്കെ അടുക്കളയിലുള്ള മറ്റേ ദോശക്കല്ലില്ലേ,
ദോശക്കല്ല് പോലെയൊക്കെ എനിക്ക് തോന്നി. പക്ഷെ ആശാന് നമ്മളെ കണ്ടിട്ട് സംസാരിക്കാനൊന്നും സമയമില്ലായിരുന്നു. മിന്നിച്ചൂടെ പോകുന്നതുകൊണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കാതെ അടുത്ത സ്ഥലത്തോട്ട് വന്നു. ഈ മീനുകളൊക്കെ ഉണ്ടല്ലോ, മൂവ് ചെയ്യുന്ന സ്പീഡ് വ്യത്യാസമുണ്ട്. ചില മീനുകൾ നമ്മൾ നോക്കുമ്പോൾ മിന്നിച്ച് പോകുന്ന കാണാം, ചിലതാണെങ്കിൽ ഭയങ്കര സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന കാണാം. പക്ഷെ ചിലതാണെങ്കിൽ അനങ്ങാതെ ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ചത്ത് കിടക്കുകയാണ്. പക്ഷേ ഉണ്ടല്ലോ, ഈ സ്പീഡിൽ പോകുന്ന മീനുകളെല്ലാം ഭയങ്കര സ്മാർട്ടാണെന്നും സ്പീഡ് കുറഞ്ഞതെല്ലാം ഭയങ്കര സ്മാർട്ട് അല്ലാത്തതാണെന്നും പിന്നെ ചത്തുപോലെ കിടക്കുന്നത് ഭയങ്കര ലേസിയാണെന്നും അങ്ങനെയൊന്നും അല്ല അർത്ഥം. ഓരോരുത്തരും മൂവ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുന്ന രീതി വ്യത്യാസമാണെന്നേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് പോയ സാധനം ഇതായിരുന്നു. അക്വേറിയം എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടത് ഈ സാധനം, ഈ ഗുഹ പോലത്തെ അതിനകത്തോട്ട് അത് പ്രതീക്ഷിച്ചാണ് ഞാൻ പോയത്. അങ്ങനെ ഇതിനകത്ത് കയറിയപ്പോൾ അടിപൊളിയായിരുന്നു. എനിക്ക് ക്യാബും ഇതുമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അകത്തോട്ട് കയറി കഴിയുമ്പോൾ പക്ഷേ അത്യാവശ്യം നല്ല ആൾ ആ സമയത്തുണ്ടായിരുന്നുകൊണ്ട് ശരിക്കും വീഡിയോയും ഫോട്ടോ എടുക്കാനും ശരിക്കും കാണാൻ പോലും പറ്റിയില്ല. ഇത് അടിപൊളിയാണ്. നമ്മൾ മേളിലോട്ട് നോക്കിയാൽ നമ്മുടെ തലയുടെ മണ്ടയിൽ കൂടി ഇങ്ങനെ മീൻ പോകുന്നു, സൈഡിലും എല്ലാം മീൻ പോകുന്നു. അങ്ങനെ ഞങ്ങൾ ചെന്ന കറക്റ്റ് സമയത്ത് ഏതായാലും സ്ക്യൂബ ഡൈവർ വന്നിട്ടുണ്ടായിരുന്നു. അതായത് മീനെ ഫീഡ് ചെയ്യാനും പിന്നെ ടാങ്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഇവർ ഇറങ്ങുന്നത്. അപ്പം അവിടെ നിന്ന് പിള്ളേരൊക്കെ ഇങ്ങനെ സ്ക്യൂബ ഡൈവറിനെ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കി ടാറ്റ കാണിച്ചത്. ഈ മീനൊക്കെ ഉണ്ടല്ലോ, നമ്മൾ നേരിട്ട് കാണുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ, നല്ല വലിയ മീനാണ്. ഇത് നമ്മൾ തലയുടെ മണ്ടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊരു പേടി വരും. കാരണം ഈ വീഡിയോയിൽ കാണുമ്പോൾ ചെറിയ മീനായിട്ടൊക്കെ തോന്നത്തുള്ളൂ, പക്ഷെ ഭയങ്കര വെയിറ്റുള്ള നല്ല വലുപ്പമുള്ള മീനാണ് ഇതൊക്കെ. അങ്ങനെ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അവിടെ നിറച്ച് ഞങ്ങൾ ചെന്ന സമയത്ത് ആളായിരുന്നതുകൊണ്ട് ഭയങ്കര ഒച്ചത്തിൽ സംസാരവും ഭയങ്കര തിക്കും തിരക്കൊക്കെ ആയതുകൊണ്ട് ശരിക്കും ആസ്വദിച്ച് കാണാൻ പറ്റിയില്ല. എന്തായാലും അടിപൊളിയായിരുന്നേ. ഇതിങ്ങനെ പോയപ്പം നമ്മളിങ്ങനെ മേളിലോട്ടൊന്ന് നോക്കിയാൽ മതി, പെട്ടെന്ന് നമുക്കൊരു ഒരു പേടി പോലൊക്കെ വരും. അങ്ങനെ എന്തായാലും ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ പിന്നെ എല്ലാവരും തല മുകളിലോട്ടാണ്, കാരണം മേളിലൂടെ പോകുന്ന മീനിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് പണ്ട് നമ്മൾ വീടിൻ്റെ മേളിൽ കൂടെ ഒക്കെ ഫ്ലൈറ്റ് പോകുമ്പോൾ ഞങ്ങളൊക്കെ ചാടി പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ആകാശത്തോട്ട് നോക്കി നിൽക്കുന്ന പോലെ ഇവിടെ എല്ലാവരും തലയും പൊക്കി പിടിച്ച് നിൽക്കുന്നത്. പിന്നെ ഈ ഒരു മീനിനെ കണ്ട് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ ആശാനൊന്ന് സ്മൈൽ ചെയ്തിട്ടുണ്ട്, നമ്മളിന്ന് മൈൻഡ് ചെയ്തിട്ടുണ്ട്. ചില മീനുകളാണ് ഒരു മൈൻഡും ഇല്ലാതെ പോകുന്നത് കാണാം. അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം അക്വേറിയമൊക്കെ വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആഹാരം കഴിക്കണം. നേരെ നമ്മളിനിയും പോകുന്നത് ഇവിടെ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ്. ഇനിയും പുറത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, മീനിനെ പിടിക്കാം, അത് കൊച്ചു പിള്ളേർക്ക് മാത്രമേ ഉള്ളൂ. പ്രത്യേകം ടിക്കറ്റ് എടുത്തിട്ട് മീൻ പിടിക്കാൻ കയറണമെങ്കിൽ അവിടെ കയറാം. പിന്നുള്ളത് ബീച്ചാണ്, ബീച്ചിലും പോവാം. ഇത് രണ്ടിലും ഞങ്ങൾ പോയില്ല, കാരണം ഞങ്ങൾ ഒത്തിരി ലേറ്റ് ആയിരുന്നു. തിരിച്ചു വരണം, പിറ്റേ ദിവസം സൺഡേ ഒക്കെ ആണല്ലോ. അപ്പോൾ ആഹാരമൊക്കെ കഴിച്ചിട്ട് രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോൾ എന്നെ ഇവിടെ കൊണ്ട് വിട്ടിട്ടാണ് അച്ചാച്ചനൊക്കെ തിരുവല്ലയ്ക്ക് പോയത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയുള്ളായിരുന്നു വീഡിയോ. അപ്പോൾ താങ്ക് യു.